ഹലോ ഗൈസ്, ഇത് ചെറിയൊരു വ്ളോഗാണ്. കാരണം പപ്പായ്ക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഞങ്ങൾ കുര്യൻസ് ഒപ്റ്റിക്കൽസ് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നമ്മുടെ ടൗണിൻ്റെ അടുത്തായിട്ട് തന്നെ വരുന്നത് കുര്യൻസ് ഒപ്റ്റിക്കൽസ്. അപ്പോൾ ഇപ്പോൾ അവർ അതിൻ്റെ തിരക്കിലാണ്. പിന്നെ നാളെ മമ്മിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ നൈറ്റ് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മമ്മിക്കൊരു ഡയമണ്ട് റിംഗ് കൂടി ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും അവരവിടെ എന്തായാലും അതിന് തിരക്കിലാണ്. അങ്ങോട്ടേക്ക് പോവാം. ബേബി കുറച്ച് അലമ്പാണ് ഗൈസ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് കണ്ടിട്ട് അവൾക്കാണെങ്കിൽ എൻ്റെ കയ്യിലേക്ക് വരണം. പിന്നെ അവൾക്ക് ഒരു ഗ്ലാസ് സ്പെക്സ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തത് ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്, കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് പോയി. ഞങ്ങളിപ്പോൾ മമ്മിക്ക് റിങ് എടുത്തുകൊണ്ടിരിക്കുവാണ്. മമ്മിയുടെ സൈസ് വരുന്നത് 8 ആയിരുന്നു. പക്ഷെ അത് റെയർ ആയിരുന്നു ആ സൈസിലെ റിങ്. വാവയാണെങ്കിൽ ഉറങ്ങി എൻ്റെ കയ്യിലിരുന്ന്. പിന്നെ ലാസ്റ്റ് നല്ല ഒരെണ്ണം തന്നെ മമ്മിക്ക് സെലക്ട് ചെയ്തെടുത്തു. വാവയും മമ്മിയുടെയും കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ എണീറ്റായിരുന്നു ഗൈസ്. അങ്ങനെ മമ്മിക്ക് റിങ് എടുത്തു. ഡയമണ്ടിലായാലും ഗോൾഡിലായാലും ആൻറ്റിക്കിലായാലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു മലബാർ ഗോൾഡിൽ. പിന്നെ ബേബിക്ക് അവിടുത്തെ സ്റ്റാഫ് ബലൂൺ കൊടുത്തു. അവൾ അതിൻ്റെ തിരക്കിലും കളിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ സെൽഫി എടുക്കാൻ പോയപ്പോൾ മമ്മിയും കൂടി പപ്പയും പിന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു. ആദ്യം സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറ്റിച്ചിട്ടായി. പിന്നെയാണ് യഥാർത്ഥ സെൽഫി എടുത്തത്. ഇത് കഥയിലൊക്കെ നോക്കാം. എന്നാ എന്നാ നവംബർ ചിരിക്കണ്ട. നോക്കണല്ലോ നോക്കണല്ലോ. ഒച്ചയിട്ടിരിക്കുന്നത് ഒച്ചയിട്ടിരിക്കുന്നടി. പിന്നെ എൻ്റെയും ചേച്ചിയുടെയും മമ്മിയുടെ റിങ് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ കൊടുത്തായിരുന്നു. അത് കിട്ടി. ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തു. ഓക്കെ, നമ്മുടെ ജ്വല്ലറിയിലെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഫുഡ് കഴിക്കാനായിരുന്നു. നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ അടുത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി. താഫിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. 4 പേരും 4 ഐറ്റമാണ് ഓർഡർ ചെയ്തത്. വാവയാണെങ്കിൽ ആ ബലൂണിൽ തന്നെയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വരാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം എടുത്തായിരുന്നു ഗൈസ്.
അല്ലല്ല ഇതേ കടിക്കും പിടി കിട്ടും. പിടി കിട്ടും, കടിക്കാൻ കിട്ടും. നിനക്ക് ബുദ്ധിയുണ്ടടി, ബുദ്ധിയുണ്ടടി. എന്നിട്ട് തുറക്കണം കേട്ടോ. ബാബ ബലൂണിൽ തന്നെയായിരുന്നു കറി ഗൈസ്. അങ്ങനെ ആദ്യം വന്നത് സൂപ്പാണ്. ഞങ്ങൾ നോൺ വെജ് ഓർഡർ ചെയ്തില്ലായിരുന്നു, സൂപ്പ്. സ്വീറ്റ് കോൺ വെച്ചാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇത് കുഞ്ഞിന്, ഇത് കുഞ്ഞിന്. ഒരു വാക്യം വേറെ അല്ല. കുഞ്ഞിൻ്റെതും ഉണ്ട്. സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. വാവയ്ക്ക് പുറത്തു പോകുന്നത് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അങ്ങനെ കാത്തിരുന്ന് ഫുഡ് വന്നു ഗൈസ്. ഞങ്ങൾ പൊറോട്ടയും ചപ്പാത്തിയും പത്തിരിയുമാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ പെരി പെരി അൽഫാമും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും ഗോബി 65 ആണ് ഓർഡർ ചെയ്തത്. ബേബിക്ക് അതിൽ ഞങ്ങൾ പത്തിരി മാത്രം ജസ്റ്റ് ഒന്ന് നുള്ളി കൊടുത്തു. പിന്നെ ഗോബി 65 എരിവില്ലാത്തത് കൊണ്ട് കോളിഫ്ലവർ മാത്രം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവൾക്ക് ജസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. വലുതായിട്ടൊന്നും കൊടുത്തില്ല. ഇത് ഏകദേശം കൊടുത്താൽ കഴിക്കത്തില്ല. ഇപ്പൊ എല്ലാരും ഇത് തിന്നുന്നു. ഇതേ നോക്കുന്നു പപ്പായ പോവാം. നമ്മുടെ അഞ്ച് പെരുക്കളവികള് ചോദിക്കുന്നത്. അയ്യോ മതി. അപ്പോഴ് ഈ അപ്പനിക്ക് കണ്ടാൽ മതി. ദിവസവും പുറത്തു പോകും അപ്പനും അമ്മയും മോനും കൂടെ. എന്നിട്ട് അത് പിന്നാളെ പോയി കഴിയുമ്പോൾ പ്രശ്നം അല്ലേ? അവൻ പോയി കഴിയുമ്പോൾ കൊച്ചിന് ഭയങ്കര സങ്കടമായിരുന്നു. പെട്ടെന്ന് പോയി കഴിയുമ്പോഴേ അവൻ പോയി കഴിയുമ്പോൾ കുഞ്ഞിനും മനസ്സിന് ഇതുണ്ടാകും അല്ലേ മുത്തേ? മുത്തിനും അങ്ങനെയല്ലേ? ചവയ്ക്കുന്നുണ്ട് ഒന്നും മിണ്ടത്തില്ല. നിന്റെ കൊച്ചിന് പത്തിരി ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കെട്ടിയാൻ വിളിച്ചു ഗൈസ്. എന്താ സന്തോഷം കൊണ്ടുണ്ടാവും. നല്ല എരിവായിരുന്നു കറിക്കൊക്കെ ഗൈസ്. പിന്നെ പെരി പെരി അൽഫാമിൻ്റെ കാര്യം പറയുക, നല്ല എരിയായിരുന്നു. അങ്ങനെ അവളെ പപ്പാടയെ കൊടുത്തിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി ഗൈസ്. മാത്രം പായ്ക്കതാണ്. ഇത് മാത്രം പായ്ക്കതാണ്. ഇതും 1 2 3 ആ അവിടെ ചപ്പാത്തി കഴിച്ചു. ആ സൗണ്ട് കേട്ടിട്ടാണ് അവൻ ല്ലേ. എന്റെ ദൈവമേ, വാവേ ഇങ്ങ് നോക്ക്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോകുക. വീട്ടിൽ പോവാ കേട്ടോ.